ഈയിടെയായിട്ടേ പലരും നിത്യേന കാണുന്നവര് ഇപ്പൊ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, ജാൻസി വണ്ണൊക്കെ കുറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ പറ്റിയേ, വല്ല ഡയറ്റിംഗ് ആണോ, അല്ല അസുഖമാണോ, അതോ എക്സസൈസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എക്സസൈസും യോഗയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നതാണ്. ഇപ്പോൾ സമയക്കുറവുള്ളതുകൊണ്ട് അത് ചെയ്യുന്നില്ല. പക്ഷെ ഭക്ഷണത്തിന്റെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു മാറ്റം എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അത് എങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതിന്റെ ഗുണങ്ങൾ, അതുപോലെ ദോഷങ്ങൾ, അത് കഴിച്ചാൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ, ഗുണങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും അതുപോലെ യൂട്യൂബൊക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം കാണുന്ന ഒരു സംഭവമാണ് നമ്മുടെ ചിയ സീഡിനെ പറ്റിയിട്ടുള്ള ഗുണങ്ങൾ. ഓരോ ഡോക്ടേഴ്സും അതിനറിയാവുന്ന ഒരു വിദഗ്ധരൊക്കെ നമുക്ക് ഒത്തിരിയേറെ അറിവുകൾ ഇപ്പോൾ ചിയ സീഡിനെ കുറിച്ച് നമുക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കണ്ട് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് കേട്ടോ. ഇത് കണ്ടല്ലോ, ഇത് ആമസോണിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ച ചിയ സീഡിന്റെ ഒരു ടിന്നാണ് കേട്ടോ. ഇതിനകത്ത് ഞാനും ഹസ്ബൻഡും നമ്മുടെ മോൻ ഡോക്ടറാണ്, അവനും ഇതിപ്പോ ചിയ സീഡിന്റെ ഫോളോവറാണ്. അതായത് ചിയ സീഡ് സ്ഥിരം ഉപയോഗിക്കുന്നവരാണ്. ഇത് കണ്ടോ, 2 കിലോ വാങ്ങിയിട്ട് ഈ ഒരു ടിന്നിൽ ഇനിയുള്ളത് ഇത്രയാണ്. അപ്പോ ഈ ഒരു ചിയ സീഡിന്റെ ഉപയോഗമാണ് നമ്മളെ ഇപ്പൊ ഇതേപോലെ ആക്കിയെടുത്തിരിക്കുന്നത്. ഒരു തരത്തിലും ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല, വേറെ സൈഡ് എഫക്റ്റ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ചിയ സീഡ് നമുക്ക് ഒരു ദിവസം ഒരു 20 മുതൽ 25 ഗ്രാം വരെ നമ്മൾ ഉപയോഗിക്കുക. അതായത് ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ, അതിൽ കൂടുതൽ ഉപയോഗിക്കേണ്ട. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ രാവിലെയാണ് കഴിക്കുന്നതെങ്കിൽ രാവിലത്തെ ഭക്ഷണം നമ്മൾ കുറയ്ക്കണം അല്ലെങ്കിൽ ഒഴിവാക്കണം. അത് നല്ലതാണ്. ഇനി രാവിലെ നമുക്കിപ്പോൾ പുട്ടോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഇഡ്ഡലി ചപ്പാത്തി ഇതൊക്കെ കഴിച്ചിട്ട് പോകുന്നവരുണ്ടെങ്കിൽ കഴിച്ചോട്ടെ. ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഇത് നമുക്ക് ഒരു 11 മണിക്ക് നമുക്ക് കഴിക്കാം. എന്നിട്ട് ചായയൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അല്ലെങ്കിൽ ഇടനേരം എന്തെങ്കിലും കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് ഒരു 11 മണി 10-11 മണി ആക്കി കഴിക്കാവുന്ന രീതിയിൽ നമുക്കത് പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഓഫീസിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കഴിക്കാം. ഇനി അത് ഉച്ചയ്ക്ക് ഇപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റിയില്ല, സമയമില്ല, വീട്ടിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ കേടുപോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഉച്ചത്തെ ഭക്ഷണമായിട്ടും വേണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സാധാരണ ഭക്ഷണം നമ്മൾ ഒഴിവാക്കിയിട്ട് കുറച്ചിട്ടേ നമ്മളിത് കഴിക്കാവൂ, എങ്കിലേ നമ്മൾ വണ്ണം കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതൊരു കാര്യം. പിന്നെ ഇത് കുട്ടികൾക്ക് കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് വേറെ ദോഷഫലങ്ങളൊന്നുമില്ല. ഇതിനകത്ത് ഒത്തിരി ഫൈബർ കണ്ടന്റും പ്രോട്ടീനുമാണ് മെയിനായിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുക. ഫൈബർ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളതാണ്. ദഹനത്തെ സഹായിക്കാനും അതുപോലെ ശോധന സുഖമാകാനും നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ എന്താ പറയാ, നല്ല മൂലങ്ങൾ, നല്ല കാര്യങ്ങളെ വലിച്ചെടുക്കാനായിട്ട് നമ്മളെ ദഹനത്തെ സഹായിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടായാലാണ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യം നിലനിർത്താൻ പറ്റുള്ളൂ. ദഹനം ശരിയല്ലാതെ നമ്മൾ കഴിക്കുന്ന എല്ലാം ഇങ്ങനെ കെട്ടിക്കിടന്ന് നമുക്ക് അസിഡിറ്റിയും പുളിച്ചുതടലും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിന് അത് ഒത്തിരി ദോഷമാണ് ഉണ്ടാകുക. അപ്പോൾ ദഹന പ്രക്രിയ ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പകുതി ഓക്കെ. അപ്പോൾ ഏറ്റവും നല്ലത് ഫൈബർ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നതുകൊണ്ടും അതുപോലെ നല്ല പ്രോട്ടീനും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള പ്രോട്ടീനും നമുക്ക് ഇതിന്ന് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു ദിവസം നമുക്ക് കിട്ടും. അതായത് 20 മുതൽ 25 ഗ്രാം വരെയുള്ള ചിയ സീഡിൽ നിന്നും. ഇതിൽ ധാരാളം omega-3 ഫാറ്റി ആസിഡുകൾ ഉണ്ട് കേട്ടോ. അത് നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണെന്ന് അറിയാലോ. ഹൃദയരോഗം അതിനൊക്കെ നിയന്ത്രിക്കുക, കൊളസ്ട്രോളിനൊക്കെ നിയന്ത്രിച്ച് ഹൃദയത്തെ ബലപ്പെടുത്തുന്നതിന് നമ്മളെ സഹായിക്കുന്നുണ്ടെന്ന് പഠനം കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ ധാരാളം നമ്മുടെ ചിയ സീഡിൽ അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബ്ലഡ് ഷുഗറിനെയും അതുപോലെ ബ്ലഡ് പ്രഷറിനെയൊക്കെ ത്വരിതപ്പെടുത്തുന്ന ക്രമീകരിക്കുന്ന ധാരാളം ആന്റി ഓക്സിഡന്റുകളുണ്ട്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കലോറി നമ്മുടെ ചിയ സീഡിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒത്തിരി ഗുണങ്ങൾ നമ്മുടെ ചിയ സീഡിനുണ്ട് കേട്ടോ. നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ഗുണങ്ങൾ കൃത്യമായിട്ട് അറിയാൻ പറ്റും. പിന്നെ നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ വിശപ്പ് കുറയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കഴിക്കുന്ന ആഹാരങ്ങളുടെ അളവ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന്റെ ഗുണങ്ങൾ. ഇനിയും ഉണ്ട് ധാരാളം ഗുണങ്ങൾ. അപ്പോൾ ഇത് നിന്നൊന്ന് കഴിച്ചു നോക്കിയിട്ട് അതിന്റെ ഫലം അറിഞ്ഞതിന് ശേഷം തുടർന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കഴിക്കുന്ന വിധമാണ് ഇനി പറയാൻ പോകുന്നത്. ഞാൻ എടുക്കുന്നത് ഒരു ക്ലാസ്സിൽ, ഇപ്പോൾ ഞാനിത് ഓഫീസിൽ കൊണ്ടുപോയിട്ടാണ് മിക്കവാറും കഴിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് നമുക്ക് വാങ്ങാൻ കിട്ടും. അല്ലെങ്കിൽ ഒരു ചെറിയ മഗ് എടുക്കുക, അതിനകത്ത് ഒരു 1.5 ഗ്ലാസ് വെള്ളം എടുക്കുക. അപ്പോൾ വെള്ളം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെറു ചൂടുള്ള പാലെടുക്കാം, അതല്ലെങ്കിൽ സാധാരണ വെള്ളം, തണുത്ത ഒരല്പം അധികം തണുപ്പ് വേണ്ട, ഒരു മീഡിയം തണുപ്പിലുള്ള വെള്ളം എടുക്കാം, അല്ലെങ്കിൽ ജ്യൂസ് എടുക്കാം, ഓറഞ്ച് ജ്യൂസോ എന്ത് ജ്യൂസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ സാധാരണ വെള്ളത്തിൽ ആണ് കഴിക്കുന്നത്. ഒരു മീഡിയം തണുപ്പിലുള്ള വെള്ളം എടുത്തതിന് ശേഷം അതിനകത്തേക്ക്
ചിയാ സീഡ് ഇടാം. ചിയാ സീഡ് ഇട്ടിട്ട് വെള്ളം ഒഴിക്കാൻ നിൽക്കരുത്. നമ്മൾ വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ, അതായത് ഈ ഒരു സ്പൂൺ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഇത്രയും വലുപ്പമുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ടീസ്പൂൺ ആണെങ്കിൽ നിങ്ങൾക്ക് 1.5 മുതൽ 2 ടീസ്പൂൺ വരെ എടുക്കാം. അളവിലൊന്നും വലിയ പ്രശ്നമില്ല. അതെടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിക്കണം. അപ്പം തന്നെ ഇളക്കണം. കാരണം ചിയാ സീഡ് വെള്ളത്തിൽ ഇട്ടാൽ തന്നെ ഇടുമ്പോൾ തന്നെ ആ വിത്തുകൾ അല്ലെങ്കിൽ ആ സീഡുകൾ പെട്ടെന്ന് ഒട്ടിപ്പിടിച്ച് അത് കട്ട കുത്താനായിട്ട് ഇടയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ അതിനകത്തേക്ക് അല്പം തേനാണ് ഒഴിക്കുന്നത്. കാരണം ഞാൻ ഇതിന് മുമ്പ് തേൻ്റെ ഗുണങ്ങളും അത് തേൻ കഴിച്ചാൽ വയറൊക്കെ കുറയ്ക്കാന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഒത്തിരി ഞാൻ ഇപ്പോഴും കഴിക്കുന്നില്ല. ഇപ്പൊ ചിയാ സീഡ് ഇപ്പൊ ഈ ഇടയായിട്ടാണല്ലോ നമ്മൾ കുറെ കഴിച്ചു തുടങ്ങിയത്. ഇപ്പൊ 3 മാസത്തോളമായി ചിയാ സീഡ് കഴിച്ചു തുടങ്ങി. അതിന് മുമ്പും ഞാൻ തേനും നാരങ്ങയും ചേർത്ത വെള്ളമാണ് കുടിക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താ നാരങ്ങ നീര് ഒഴിച്ചാൽ പോരെ ചിയാ സീഡിലെന്ന് ഒഴിക്കും. നാരങ്ങ നീര് ഒഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ചിയാ സീഡിൽ നമ്മുടെ വൈറ്റമിൻ സി ഉണ്ട്. അപ്പൊ നമുക്ക് നാരങ്ങ വേണ്ട. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഒഴിക്കുക കേട്ടോ. നമ്മൾ നേരിട്ട് ചിയാ സീഡ് കഴിക്കാതിരിക്കുക. വെള്ളത്തിലോ പാലിലോ ജ്യൂസിലോ ഇനി വേണ്ട പുഡിങ്ങിലോ അല്ലെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലോ ഏത് സാലഡിലോ തൈരിലോ അങ്ങനെ എന്തെങ്കിലും ഇതിൽ നമ്മൾ ചേർത്ത് കഴിക്കണം. അത് കുതിർത്തി നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്ത് അത് പൊന്തി വന്നതിന് ശേഷം മാത്രം ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. അതിനകത്തേക്ക് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തേൻ ചേർത്ത് ഇളക്കിയിട്ടാണ് ഞാൻ കഴിക്കുക. അപ്പം ഇത് കഴിക്കുമ്പോൾ ഈ ചിയാ സീഡ് തന്നെ വെള്ളത്തിൽ ചേർത്ത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഒന്നുമില്ല പ്രത്യേകിച്ച്. എനിക്കൊക്കെ അത് വെറുതെ കഴിക്കുമ്പോൾ എന്തോ പോലെ ഒരു വിഷമം തോന്നുന്നത്, കഴിക്കാനായിട്ട് ഇറക്കാനൊരു മടി തോന്നും. പക്ഷെ ഇങ്ങനെ ഒരു സംഭവം നമ്മളൊരു അല്പം തേൻ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ അങ്ങനെയാണ് കഴിച്ചത്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം. ഇതിന് കുറച്ച് കൂടുതൽ അറിയുന്നതിന് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മുടെ ഈ ശരീരത്തിന്റെ വണ്ണം കുറഞ്ഞതും. അതുപോലെ എൻ്റെ ഹസ്ബൻഡിനും ഇത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഹസ്ബൻഡിന്റെ ഷോപ്പിന്റെ അടുത്തുള്ളവരൊക്കെ ഇത് അറിഞ്ഞ് അവരൊക്കെ കഴിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. അപ്പോൾ ഇതുണ്ടോ ഇതേപോലെ ആയിട്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇത് നോക്കാം. ഇത് ഇച്ചിരി ലൂസായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാം. അപ്പൊ കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്താൽ മതി. ഇതിപ്പോ നല്ല രീതിയിൽ ഇതിന്റെ പരിവായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഞാൻ കഴിച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കുന്നത്. തേൻ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് മറ്റ് ഒരു ഇഷ്ടക്കുറവൊന്നും തോന്നില്ല. ഇനി തേനൊന്നും ഇഷ്ടപ്പെടുന്നില്ല, തേൻ അങ്ങനെ ആഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു വെറുതെ വെള്ളത്തിൽ കലക്കിയാലും നമുക്ക് വലിച്ച് കുടിക്കാവുന്നേ ഉള്ളൂ. കടിക്കാനും നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോയിക്കോളും. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ എൻ്റെ ഈ അത്യാവശ്യം കുറച്ച് വണ്ണൊക്കെ കുറഞ്ഞതൊക്കെ. നമുക്ക് ശരീരത്തിന് വേണ്ട എല്ലാ പോഷകവും കിട്ടുന്നതുകൊണ്ട് കൂടുതൽ വൈറ്റമിൻ അടങ്ങിയ മറ്റു കാര്യങ്ങളൊന്നും അധികം കഴിക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക. ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.